പിഴച്ചുപെറ്റ സ്ത്രീകളിൽ ചിലർ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതിലും വലിയ ക്രൂരതയാണ് നിങ്ങൾ എന്നോട് ചെയ്തത്. ഇങ്ങനെ നാണക്കേട് സഹിച്ച് ജീവിക്കാൻ നിങ്ങൾ എന്തിനെന്നെ വാർത്തി? നീ എന്ത് സഹിച്ചെന്നാണ്? പട്ടിണി നീ അറിഞ്ഞിട്ടുണ്ടോ? കാറും ബംഗ്ലാവും തൂത്തടിച്ച് ചെലവാക്കാൻ പണമുള്ള നിനക്ക് ഇവിടെ എന്തായിരുന്നു ഒരു കുറവ്? അതിലേറെ സഹിച്ചവളാ ഞാൻ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സത്യം വർഷങ്ങളോളം മനസ്സിൽ പേറിക്കൊണ്ട് നടന്ന എന്റെ വേദന. പാർട്ടിയും ക്ലബും സോഷ്യൽ വർക്കുമായി നടന്ന നിങ്ങളാണോ വേദനയെ പറ്റി പറയുന്നത്? അതേടി, അതിനു മുൻപ് നാട്ടിൻ പുറത്ത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ എന്നെ നിനക്കറിയില്ല. അന്ന് ഈ ശരീരത്തിലെ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ടാണ് അയാൾ എന്നെ സ്വീകരിച്ചത്. തനിക്ക് വേണ്ടിയല്ല, ഭാര്യയെ മേലുദ്യോഗസ്ഥന് കാഴ്ചവെക്കാൻ. വെറും ഒരു പോളിടെക്നിക് ഡിപ്ലോമക്കാരന് ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആവാൻ, ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവാൻ. നീ എന്താ പറഞ്ഞത്? എന്നെങ്കിലും എന്റെ മകൾ ഇത് അറിയുമെന്ന ഭയത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞവളാണ്. ഇപ്പോഴെല്ലാം അറിഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുന്നു. ഇനി എനിക്ക് ആരെയും പേടിക്കാനില്ല, ഒന്നും ഒളിക്കാനില്ല. മോളെ, ഞാൻ പറയുന്നത് കേട്ട. വേണ്ട, ഒരച്ഛൻ എന്ന നിലയ്ക്ക് നിങ്ങളെ ഞാൻ സ്നേഹിച്ചു, സമാധാനിച്ചു. എന്നാൽ ഇപ്പോ മുഴുവൻ കാര്യവും നിനക്കറിയില്ല. എനിക്ക് കേൾക്കണ്ട. മനസ്സിന് സ്വസ്ഥതയില്ലാത്ത നിന്റെ അമ്മ പറയുന്ന ഭ്രാന്ത് കേട്ട് എന്നെ ഭ്രാന്തിയാക്കിയ നിങ്ങളാണ്. എനിക്ക് കൊന്നാളെ ഞാൻ. എന്നാ നിങ്ങൾ എന്നെ കൊന്നല്ലേ? ആത്മഹത്യക്ക് പോലും സമ്മതിക്കാതെ നിർബന്ധിച്ച് കുറിപ്പിച്ച് അന്യന്റെ